ശരി സാർ. നീ എന്തോ ഞങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ടല്ലോ, എന്താ അത്? ഈ തറവാടിന്റെ അന്തസ്സ് തകരാതിരിക്കാൻ വേണ്ടിയാ ഞാനത് അവരുടെ മുമ്പിൽ വെച്ച് പറയാതിരുന്നത്. എന്താ വിഷയം? രാജു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പൈസയിൽ നിന്ന് 10 ലക്ഷം രൂപ കാണാനില്ല. ലക്ഷം രൂപ കാണാനില്ലെന്നോ? എങ്കിലേ ആ പൈസ സൂക്ഷിച്ച ആളെന്നെ ഉത്തരം പറയേണ്ടി വരും. മറ്റാരെടുക്കാനാ? സൂക്ഷിച്ച ആള് തന്നെ അത് അടിച്ചു മാറ്റി കാണും. അല്ല, അമ്മ എന്താ പറഞ്ഞു വരുന്നത്? പ്രത്യേകിച്ചെന്തു പറയാനിരിക്കുന്നു. കാശെടുത്തതേ രാജു തന്നെ ആയിരിക്കും. രാജു അങ്ങനെ ചെയ്യില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. മുറിക്കകത്തൊന്നും CCTV ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിലേ കാശെടുത്ത ആളെ കൈയോടെ പിടികൂടായിരുന്നു. പറഞ്ഞത് എന്നെ ഉദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും എന്നെ വലിച്ചെടുക്കരുത്. എനിക്കാരുടെ പണമൊന്നും ആവശ്യമില്ല. ഞാൻ അങ്ങനത്തെ വൃത്തിയുടെ കാണിക്കുന്നവനുമല്ല. പിന്നെ ആ ക്യാഷ് അവിടെ പോയി. കുഞ്ഞമ്മാവ, ഞാൻ ചെയ്യാത്ത കാര്യമൊന്നും എന്റെ തലയിൽ കെട്ടിവെക്കല്ലേ. ശേഖരനെന്തിനാ എന്റെ മോന്റെ നേരെ വരുന്നേ? ദീപക്ക് കാശെടുക്കുന്നത് നീ കണ്ടോ? പണം സൂക്ഷിച്ചു വെച്ചത് രാജുവാണ്. അത് എവിടെയാണ് വച്ചിരുന്നെന്നും രാജുവിന് മാത്രമേ അറിയൂ. എന്റെ പണം രാജുവിനും കൂടി അവകാശപ്പെട്ടതാണ്. കാരണം ഞാൻ ഉണ്ടാക്കിയ ഈ സ്വത്തുക്കളുടെ എല്ലാം പിന്നിൽ രാജുവിന്റെയും കൂടെ അധ്വാനവും കഷ്ടപ്പാടുമുണ്ട്. ആരെന്തു പറഞ്ഞാലും ഞാൻ രാജുവിനെ അവിശ്വസിക്കില്ല. ഒരാവശ്യം വന്ന എന്നോട് പണം ചോദിക്കാൻ മടിക്കുന്ന ഈ രാജു പണം അപഹരിച്ചു എന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ ഒരു മണ്ടനുമല്ല ഞാൻ. മറന്നേക്ക് രാജു, ഇത് ജീവിതത്തിന്റെ അനുഭവങ്ങളാണെന്ന് കരുതിയാൽ മതി. എനിക്ക് നീ ഉള്ളതുപോലെ നിനക്ക് ഞാനും ഇല്ലടാ. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. ഇവിടെ ഇപ്പോ ഒരു പ്രശ്നമില്ല. കാണാതെ ക്യാഷ് എവിടെ ഉണ്ടെന്ന് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം, അല്ലേ ചെറിയച്ച? പിന്നല്ലാതെ. ചെകിടുന്നവർ രണ്ട് പെടപടച്ച ഇപ്പൊ തന്നെ പറയിപ്പിക്കാം, തത്ത പറയുന്നത് പോലെ.
ചെറിച്ച ഇതിന്റെ എല്ലാ അണിയറ ശില്പികൾ ദീപക്കും ചേച്ചിയോ? അതിന് യാതൊരു സംശയം വേണ്ട. എത്ര വില കുറഞ്ഞ ഏർപ്പാടാ ചേച്ചി ദീപകിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഹൃതികമുള്ള വേദനിപ്പിക്കണം, ഒറ്റപ്പെടുത്തണം. രാജുവിനെ എങ്ങനെയെങ്കിലും നാണം കെടുത്തി ഇവിടുന്ന് പുറത്താക്കണം. അതിന് വെക്കുന്ന കെണികളാ ഇതൊക്കെ. അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ലേ ഇതൊക്കെ? ആ ക്യാഷ് എടുത്തിരിക്കുന്നത് ദീപക് തന്നെയാ ചെറിച്ച. അമ്മായി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും. രാജു ക്യാഷ് എടുക്കാൻ അകത്തേക്ക് പോയ സമയം മുതല് അറിയാതെയാണെങ്കിലും ഞാൻ ചേച്ചിയും ദീപകിനെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴേ ഞാനൊരു അപകടം മണത്തതാ. ഒന്നാമത്തെ ആ ചെറുക്കൻ ചെറുപ്പം മുതലേ ക്രിമിനലാ. അവനെ നന്നാക്കുന്നതിന് പകരം ചേച്ചി അവനെ കൂടുതൽ വഷളാക്കുക. ആ ക്യാഷ് എടുത്തത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ചെറിച്ച.